കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ ആരും കാണാത്ത ചില നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് അധികാരത്തിന്റെ ഗർവിൽ മുഖ്യമന്ത്രിയുടെ കാക്കിപ്പട രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു. മറുവശത്ത് ആ നീക്കങ്ങളെ തച്ചുടയ്ക്കാൻ കോൺഗ്രസിന്റെ കരുത്തുറ്റ പടയണി. എൻ സുബ്രഹ്മണ്യൻ എന്ന നേതാവിനെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കാതെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അവർ കരുതിയില്ല ഇത് വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമാണെന്ന്. സ്റ്റേഷനുള്ളിൽ അരങ്ങേറിയത് ആരും കാണാത്ത ചില കളികളായിരുന്നു. മുകളിലത്തെ തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആടിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സുബ്രഹ്മണ്യൻ പതറിയില്ല. മരുന്ന് പോലും കഴിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചപ്പോൾ സ്റ്റേഷന് പുറത്ത് മറ്റൊരു ശക്തി ഇരമ്പുകയായിരുന്നു. ജനകീയ നേതാക്കൾ ഓരോരുത്തരായി സ്റ്റേഷനിലേക്ക് പാഞ്ഞെത്തി. കാക്കിപ്പടയുടെ കണ്ണുകളിൽ ആദ്യമായി പേടി കണ്ട നിമിഷങ്ങൾ. ഈ പോരാട്ടം ദേശീയ തലത്തിലേക്ക് പടർന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരിട്ട് രംഗത്തിറങ്ങിയതോടെയാണ്. പേടിപ്പിക്കാൻ നോക്കേണ്ട പിണറായി എന്ന കർക്കശമായ മുന്നറിയിപ്പ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷന്റെ ഭിത്തികളിൽ മാറ്റൊലി കൊണ്ടു. പോലീസിനെ സ്റ്റേഷനുള്ളിലിട്ട് തന്നെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകർ, മുഖ്യമന്ത്രിയുടെ ആജ്ഞകൾ കേട്ട് വിറപ്പിക്കാൻ വന്നവർ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശത്തിനു മുന്നിൽ മറുപടി പറയാനാകാതെ തല താഴ്ത്തി നിന്നു. ഇത് വെറുമൊരു പ്രതിഷേധമായിരുന്നില്ല, അധികാരത്തിന്റെ അഹങ്കാരത്തിന് നേരെ വിരൽ ചൂണ്ടിയ വിപ്ലവമായിരുന്നു. ആ രംഗങ്ങൾ ഒന്ന് കാണാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ചേവായൂർ സ്റ്റേഷനിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ചേവായൂർ സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് എൻ സുബ്രഹ്മണ്യൻ കോൺഗ്രസിന്റെ നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള AI ചിത്രം പങ്കുവച്ചു എന്നുള്ളതിനാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതാണ് എൻ സുബ്രഹ്മണ്യൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. AKG സെന്ററിൽ നിന്നുള്ള ഒരു ഇടപാട്, ഉന്നതനായ ഏതോ രാഷ്ട്രീയ നേതാവിൽ നിന്നുള്ള ഇടപാട് തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ സമ്മതിച്ചില്ല, തന്നെ മരുന്ന് കഴിക്കാൻ പോലും സമ്മതിച്ചില്ല, ബലമായി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ള തരത്തിലാണ് എൻ സുബ്രഹ്മണ്യൻ പ്രതികരിച്ചത്. ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. അല്പസമയം മുമ്പ് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു, നിയമപരമായും രാഷ്ട്രീയമായും ഈ ഒരു വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കും, പോരാട്ടം തുടരും എന്നുള്ളത്. ഇപ്പോൾ ഇതാ ചേവായൂർ സ്റ്റേഷനിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഷാജഹാൻ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ഷാജഹാൻ, കോൺഗ്രസ് വലിയ പ്രതിഷേധമായി തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയാണ്. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ള മറക്കാൻ കഴിയില്ല, കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള മുദ്രാവാക്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ മുഴക്കുന്നത്. DCC ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ എത്തിയാണ് ഈ മുദ്രാവാക്യം മുഴക്കുന്നത്. ഒരു വലിയ ആൾക്കൂട്ടം ചേവായൂർ പോലീസ് സ്റ്റേഷന് പുറത്തുണ്ട്. കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പോലീസിനെതിരെ അടക്കമുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴക്കുന്നത്. പ്രധാനമായിട്ടും സുബ്രഹ്മണ്യൻ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് തന്നെ ഗുളി കഴിക്കാൻ പോലും അനുവദിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രാവിലെ സുബ്രഹ്മണ്യൻ മറ്റു കാര്യങ്ങളാണ് പറഞ്ഞത്, താൻ നിയമപരമായി നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. PM നിയാസ് അടക്കമുള്ള KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസ് അടക്കമുള്ള ഭാരവാഹികൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുബ്രഹ്മണ്യനെ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ സുബ്രഹ്മണ്യനെതിരെ ഉള്ള കേസ് എന്ന് പറയുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളുള്ള 2 കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ സുബ്രഹ്മണ്യനെതിരെ കൂടുതൽ കേസുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. കാരണം ഇത്രയും ഒരു നാടകീയതന്നെ അറസ്റ്റ് നടത്തിയ ശേഷം പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് ജാമ്യത്തിൽ വിടുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ട് സർക്കാരിന്റെ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോ അത് സൂചനയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന് പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ
പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മരുന്ന് പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കേരളം കൊള്ളയടിക്കാമെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക ചെയ്യും. കേരളം വെള്ളരിക്കാപ്പെട്ടവരമല്ല. ഇങ്ങനെ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാം. പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോൾ തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ സുബ്രഹ്മണ്യന്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കുകയില്ല. ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോൾ അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ, ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ മരുന്ന്, അദ്ദേഹം BP-ക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടും കുറ്റവാളിയോടെ തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഇത് ഒരു എൻ സുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ശബരിമലയിലെ സ്വർണ്ണക്കള്ളയെയും കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുക ചെയ്യും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷോപലക്ഷം കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിക്കണം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേ ഫോട്ടോ നവംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എന്തേ പിണറായി വിജയൻ്റെ പോലീസ് അനക്കമില്ലാതായിപ്പോയി? എന്തേ പിണറായി വിജയൻ മുണ്ടാതിരുന്നു? അപ്പോൾ ഇത് BJP-യും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയാണ് എന്നെനിക്കറിയാം. ഇവിടെ പോലീസ് ഏമാമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇത് തുള്ളുമ്പോൾ, പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോൾ തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ UDF-ന് അറിയാം, കോൺഗ്രസിന് അറിയാം എന്ന് ഈ പോലീസ് ഏമാന്മാർ ചിന്തിക്കണം. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. വെള്ളരിക്കാപട്ടണമല്ല കോഴിക്കോട്, കേരളം വെള്ളരിക്കാപട്ടണമല്ല. ഇങ്ങനെ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിയില്ലാത്ത ഞങ്ങൾക്ക് കാക്കിയിട്ട ചില ഊരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊന്നും ഞങ്ങൾ തല കൊടുക്കുകയില്ല. പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കേരളം കൊള്ളയടിക്കാമെങ്കിൽ ശബരിമല അങ്ങ് ഞങ്ങൾ പൂർണ്ണമായും കൊള്ളയടിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക ചെയ്യും. ഈ രീതിയിലുള്ള എല്ലാ പ്രതിഷേധവും, എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളുടെ ഉദ്യമത്തിൽ നിന്നും പ്രചരണ തന്ത്രങ്ങളിൽ നിന്നും മാറ്റി നിർത്താമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. എൻ സുബ്രഹ്മണ്യന്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കുകയില്ല. നീതി നിയമത്തിൽ ഞങ്ങൾ വിശ്വസിച്ചുണ്ട്. തീർച്ചയായും ആസൂത്രിതമായ നീക്കമാണ് ഇത്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ വലിയ രീതിയിലുള്ള ആസൂത്രിതമാണ് ഇത്. CPM പ്രചരണം വഴിതിരിച്ചുവിടാനുള്ള, തെരഞ്ഞെടുപ്പിലെ പരാജയം വഴിതിരിച്ചിടാനുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പാരഡി കാര്യത്തിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാമെന്ന് അവർ 1000 വട്ടം ആലോചിച്ചു. ഒരു നിയമവ്യവസ്ഥയും അതിന് കഴിയില്ലാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അവർക്കേറ്റ ക്ഷീണം മാറ്റുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഈ തീരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശബരിമല അവരെ തിരിഞ്ഞു കൊത്തുക തന്നെ ചെയ്യുകയാണ്. ശബരിമലയിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുവാൻ സൗകര്യം ചെയ്ത മുഖ്യനും കൂട്ടർക്കും ഇന്ന് നിക്കക്കള്ളിയാതില്ലാതിരിക്കുന്നു.
അതിൻ്റെ പേരിൽ നടത്തുന്ന പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. ഇതിലൊന്നും കോൺഗ്രസ് പ്രസ്ഥാനവും UDF-ഉം കുലുങ്ങുകയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത് കലാപമാണ് അവരുണ്ടത് ഇവിടെ? എന്ത് കലാപമാണ് ഉള്ളത്? പിണറായി വിജയൻ ഇപ്പം സംസാരിച്ചത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചതല്ലേ? നിങ്ങളെല്ലാ മാധ്യമങ്ങളിൽ വന്നതല്ലേ? ഏത് മാധ്യമത്തിലാണ് വരാത്തത്? ഇന്നലെ ഏതെല്ലാം മാധ്യമങ്ങളിൽ പുറത്തു വന്നു? അപ്പോൾ അത് എങ്ങനെയെങ്കിലും അവർക്കൊക്കെ നടപടിയെടുക്കട്ടെ. എന്തിനാണ് സുബ്രഹ്മണ്യനെതിരെ മാത്രം നടപടിയെടുക്കുന്നത്? ഞങ്ങളൊക്കെ ഇന്ന് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് പ്രചരിപ്പിക്കുകയാണ്. കേസെടുക്കട്ടെ. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരും ഈ ഹാൻഡിലുകളിലൊക്കെ ഈ പ്രചരണം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. പിണറായി വിജയന് ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 3 മാസക്കാലം അദ്ദേഹത്തിന് ഉറക്കമില്ലാ രാവുകൾ സമ്മാനിക്കുവാൻ കോൺഗ്രസും UDF-ഉം തയ്യാറാവുകയാണ്.